ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൻ്റെ അകത്ത് പ്രവീൺ പുറത്താവുന്നത് കാണിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ്. പുറത്താവുന്നത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തില്. ഈ കിച്ചണിൽ നടക്കുന്ന മറ്റേ അലിഗുൽത്ത് ഫൈറ്റുകളെ പറ്റിയൊക്കെ ലാലേട്ടൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന കുറെ അലിഗുൽത്ത് ഫൈറ്റുകളുണ്ടല്ലോ, ക്യാരറ്റ്, തക്കാളി, ഡ്യൂട്ടി, പ്ലേറ്റ് മാറ്റി, അത് ഇത്, വെസല് ഡ്യൂട്ടി ചെയ്തില്ലെന്നോ, കുറെ ഫൈറ്റുകളുണ്ടല്ലോ, അലിഗുൽത്ത് ഫൈറ്റുകളാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ലാലേട്ടൻ ഓരോ ചിറ്റിൽ നിന്ന് ഓരോ ചിറ്റ് എടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രവീണെ എണീപ്പിച്ച് നിർത്തി ചോദിക്കുന്നു. പ്രവീണായിരുന്നല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. അപ്പോൾ പ്രവീണെ എണീപ്പിച്ച് നിർത്തി എന്തോ ഒരു കാര്യം ചോദിക്കുന്നു. അപ്പോൾ പ്രവീൺ പറയുന്നു, ഈ വരുന്ന ആഴ്ച ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ മുന്നിട്ട് നിന്ന് മോഷ്ടിക്കും, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവരെ ഞാൻ പൊക്കും, ഞാനല്ലാതെ വേറെ ആരെയും അവിടെ മോഷ്ടിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രവീൺ എന്തൊക്കെയോ വീരവാദം മുഴക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ലാലേട്ടൻ പറയുന്നു, അതിന് പ്രേക്ഷകർ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല പ്രവീൺ എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നു. ശരിക്കും അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കിളി പോയി എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. പ്രവീണിന്റെയും കിളി പോയി കേട്ടോ. പ്രവീൺ എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ലിറ്ററലി ബീം ബാഗിൽ ഇരിക്കുന്നവരുണ്ട് ഈ സീസണിൽ, അവരെ എല്ലാവരെയും നിങ്ങൾ പുറത്താക്കണം, അല്ല എന്നെ പോലെ ഗെയിം കളിക്കുന്നവരെ നിങ്ങൾ നിർത്തണം ഹൗസിനകത്ത്, എന്നെ പോലെ ഗെയിം കളിക്കുന്നവരെ പുറത്താവും എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ നെഗറ്റീവായിപ്പോയി. ഫസ്റ്റ് 2 ദിവസം കൊണ്ട് തന്നെ പ്രവീൺ നെഗറ്റീവായിപ്പോയി. നെഗറ്റീവ് ഗെയിം ആയിരുന്നു ഒരു രീതിയിൽ എനിക്ക് പ്രവീണിൻ്റെത്. പ്രേക്ഷകരുടെ ഒരു പൾസ് അറിഞ്ഞ്, പ്രേക്ഷകരുടെ ഒരു മനസ്സറിഞ്ഞ് കളിക്കാനുള്ള ഒരു മെറ്റീരിയൽ അല്ലായിരുന്നു പ്രവീൺ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പ്രേക്ഷകർ പ്രവീണെ പുറത്താക്കിയത്. ബിഗ് ബോസിനകത്താണെങ്കിലും സിനിമയ്ക്കകത്താണെങ്കിലും ഏതിനകത്താണെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഫീൽ ചെയ്യണമല്ലോ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ പരാജയപ്പെട്ടാൽ ഔട്ടാണ്. പ്രവീണ് സംഭവിച്ചു പോയത് അതാണ്. പ്രവീണ് നല്ലൊരു പ്ലെയർ ആയിരുന്നിരിക്കാം, പക്ഷെ ബിഗ് ബോസിനകത്ത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ. എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് എന്നുള്ളത് ബിഗ് ബോസ് ഷോ മേക്കേഴ്സിന് പോലും അറിയില്ല. ആ രീതിയിലൊക്കെ കൂട്ടിയും കഴിച്ചുമാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷോയാണ്. എന്തായാലും ഈ പുറത്താക്കിയ ഈ ഒരു രീതി അത് വളരെ ഒരു സർപ്രൈസിങ് രീതിയിലാണ് പുറത്താക്കിയത്. അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു എവിക്ഷൻ ആ നിമിഷം അവിടെ വരുന്നുണ്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.